again, welcome back all. Guys, അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതാ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു കുഞ്ഞാറ്റി. എന്റെ വാവാറ്റി, എന്റെ ഗായ്സ്, നിങ്ങൾ എന്താ എനിക്ക് ഗിഫ്റ്റ് അയക്കാത്ത? വാവാറ്റിക്ക് ഇപ്പൊ തരാ ഗിഫ്റ്റ് 1 by 1 ആയിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നതിന്റെ അഹങ്കാരമൊക്കെ മുഖത്ത് ഇങ്ങനെ ഇത് കണ്ടില്ലേ? നമ്മുടെ നാച്ചുറൽ ബ്ലഷ് ഒക്കെ തിളങ്ങിക്കൊണ്ട് കുപ്പിച്ചില്ല് മോന്ത കാണിക്കുകയാണ് കാലമാടൻ. പാവം ഡയാര, പാവം ഷെരോലി, ഞങ്ങക്ക് 2 പേർക്കും ഗിഫ്റ്റ്. അപ്പൊ നോക്കിയാ വാവാറ്റിക്ക് മോസ്റ്റ് ആയിട്ട് എന്തോ ഒരു സാധനം വന്നിട്ടുണ്ട്. അതെ, അപ്പൊ നമ്മുടെ ഗിഫ്റ്റ് ആരാ അയച്ചതെന്നറിയോ? വേറെ ആരുമല്ല, നമ്മുടെ ജ്യോതിഷ് ചേട്ടായിയാണ്. ഇതിന്റെ കൂടെ ഇതുണ്ടായിരുന്നു. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, എൻജോയ് യുവർ ഗിഫ്റ്റ് ഫ്രം ജ്യോതിഷ് കെ, എ ഗിഫ്റ്റ് ഫ്രം ജ്യോതിഷ് കെ എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ജ്യോതിഷ് ചേട്ടായിയാണ് നമുക്ക് ഈ ഗിഫ്റ്റ് അയച്ചിട്ടുള്ളത്. താങ്ക് യു ചേട്ടായി, താങ്ക് യു സോ മച്ച് ചേട്ടായി. ഫസ്റ്റ് തന്നെ മോസ്റ്റ് നമ്മൾ പോക്കറ്റ് 3 അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു വീഡിയോ പോലെ ഇതുവരെ എടുത്തോ? ഇല്ല, എടുത്തിട്ടില്ല. നമ്മൾ എടുക്കും, അതല്ലേ എടുക്കാനാവുന്നുള്ളൂ. അതെ. അപ്പൊ ഇന്ന് നമ്മൾ എന്താണ് ഇത് നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഡോണ്ട് നോ വാട്ട് ഈസ് ദിസ്. എന്താണെന്നൊന്നും അറിയത്തില്ല. അത്യാവശ്യം ഞാൻ എടുത്തപ്പോഴൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് അല്ലേ ഞെത്തി? അതെ, ഞാനാ വാങ്ങിയത്. കുറച്ച് വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓർത്ത് ഇനി ഇത് എന്താ സംഭവം മനസ്സിലാവണ്ടേ. പൊട്ടിച്ച് നോക്കാനും വരാത്ത അവസ്ഥ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് തുറക്കാല്ലേ? അപ്പൊ ഇതിന്റെ എവിടെയാ തുറക്കണ്ടേന്നാണ് അറിയാത്തത്. ഓക്കെ, ആവാറ്റ തുറക്കുന്ന നമുക്ക് കണ്ടുപിടിക്കാം. ഇത് കവർ കീറാതെ നൈസിൽ എടുക്കണേ, കവർ കീറാതെ എടുക്കണം കേട്ടോ. ശ്രമിക്കാം. കാരണം നല്ല കണ്ടില്ലേ, നല്ല അടിപൊളി ഗിഫ്റ്റ് പേപ്പർ പോലെ ഉണ്ട്. അപ്പം ഇത് കീറി കളയുന്ന ഓർക്കുമ്പോൾ എനിക്ക് വിഷമം വരുന്നുണ്ട്. അറിയത്തില്ല കേട്ടോ. എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, നോക്കാം. ഓ അല്ല, ഇതോടെ ഇരിക്കട്ടെ. വേറൊരു ബോക്സ് ആണ് കേട്ടോ. എന്താ മനസ്സിലായത്? സൗണ്ട് ബോക്സ് ആണോ? സൗണ്ട് ബോക്സ് ആണോ? അറിയത്തില്ല. സ്പീക്കറാ? സ്പീക്കറാണോ അറിയില്ല. തുറന്ന് നോക്കട്ടെ. അതെന്താ കാണിച്ചേ? അല്ല, ഇവിടെ ആരോ മാർക്ക് ഉണ്ട് ഓപ്പൺ ചെയ്യുന്നതിന്റെ. അത് ഗായ്സിനെ കാണിക്കണ്ടായിരുന്നു. അതിന് മുമ്പ് അവാറ്റി ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അവരിത് സ്പീക്കറാണ്. സ്പീക്കറാന്ന് തോന്നുന്നുണ്ട്. വാ, ഇനിയിപ്പൊ നമ്മുടെ വീട്ടില് നല്ല പാട്ടൊന്നും, അത് TV വെക്കുന്നതിന് നല്ലതറിയാം. കാരണം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് ഹാളാ ഹുളാന്നൊക്കെ ഉള്ള പാട്ടാണ് ഗൈസ്. അത് കേൾക്കുമ്പോ തന്നെ അമ്മച്ചിയൊക്കെ അമ്മച്ചിയൊക്കെ പറയും, പിള്ളേര് രാവിലെ തൊട്ട് ചെവി തല കേൾപ്പിക്കാനല്ലോ എന്റെ ദൈവമേ തൊട്ടങ്ങോട്ട് അടങ്ങും. അപ്പൊ തുറക്ക്, നമുക്ക് നോക്കാം. സ്പീക്കർ ഇങ്ങനെ ചെറിഞ്ഞിരിക്കുന്നേ. ഇതൊക്കെ ഫോൾഡോ? അറിയില്ല. ഫോണോ? ഇതെന്താ ഫോൾഡാണോ? അറിയില്ല. തുറക്ക് നോക്കട്ടെ. ഈ സൈഡില് എന്റെ ഗായ്സ്, മാക്ബുക്കോ? എന്റെ ദൈവമേ, മാക്ബുക്കോ? എന്റെ എനിക്ക് സത്യമാണ്. ഇതിന്റെ ഉള്ളിൽ നോക്കട്ടെ, ഇത് സത്യമാണ് നടക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ വേറെ ആയിട്ട് ബോക്സ് മാക്ബുക്കിന്റെ വെച്ചതാണെങ്കിലോ? മോസ്റ്റ് എക്സ്പെൻസീവ് ആൻഡ് മോസ്റ്റ് ഡെലീഷ്യസ്, മോസ്റ്റ് ഇതിന്റെ വേർപ്പ്, മോസ്റ്റ് മാക്ബുക്ക്. ദൈവമേ, അപ്പൊ നമുക്ക് ഇനി മുതൽ ഇതിൽ എഡിറ്റ് ചെയ്യാം. തുറക്ക് നോക്കട്ടെ. ഇത് സത്യം തന്നെയാണ്. എന്റെ തുറക്കണ്ടേ? ഇനിയിപ്പൊ ഡയാന വരണോ തുറക്കാൻ? ശ്രദ്ധിച്ചു തുറക്കണേ. ദൈവമേ, അതന്നെ അങ്ങനെ തോന്നുന്നു. അയ്യോ, പതുക്കെ തുറക്കണേ. എടാ, മാക്ബുക്ക് തന്നെ. ഞാനിത് മാറ്റിട്ടെ. വെപ്രാണം കാരണം എന്താ ചെയ്യണമെന്നറിയില്ല. ദൈവമേ, വാട്ട്സ് ദാറ്റ് ഗൈസ്? അയ്യോ, ഇത് ഈ സാധനം ഇവിടെ ഒട്ടിപ്പോയി. ഈ മണ്ടൻ ഇവിടെ പറിച്ചില്ലായിരുന്നോ? ഇത് ഇവിടെയും പറിക്കണം. ഓക്കെ, നോക്കട്ടെ. ദൈവം, ഞാൻ അൺബോക്സ് ചെയ്യാം. ഈ മണ്ടനൊന്നും അറിയില്ല അൺബോക്സ് ചെയ്യാൻ. മാടാ. ദൈവമേ, എന്താ നടക്കുന്നത്? നമുക്കിപ്പോ നോക്കാം. എൻ്റെ പാപ്പാറ്റെ, എനിക്ക് ക്യൂരിയോസിറ്റി കാരണം
ടച്ച് ചെയ്ത് നോക്ക്, നല്ല തണുപ്പാണ് കേട്ടോ. ആ നല്ല തണുപ്പുണ്ട്. വെറുതെ എനിക്കൊരു വെയിറ്റ് ഫീൽ ചെയ്തല്ലേ. ഡിസൈൻഡ് ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതെന്താ ചാർജർ ആണോ? ഇത് എന്റെ ചാർജർ ആണ്. നല്ല ചാർജിങ് കേബിൾ ബ്ലാക്ക് ആവും. അതെ, നമുക്ക് അതിനുള്ള കവർ സെറ്റ് ചെയ്യണം അല്ലേ. അപ്പം യെസ്, ഇതതിന്റെ എന്താ പേപ്പേഴ്സ് ആണെന്ന് തോന്നുന്നു അല്ലേ. ഇതാ ചാർജിങ് ഇത് കേബിൾ അല്ല, അഡാപ്റ്റർ. അഡാപ്റ്റർ അത് തന്നെ. ഇതായത് മാക്ബുക്ക് ആ ബുക്കല്ലേ, മാക്ബുക്ക് എയർ. എന്റെ ഗായ്സ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്റെ ബാബാറ്റേ, കയ്യിൽ ആ സാധനം എന്നിട്ട് അപ്പൊ അതല്ലേ ആണോ എന്നാ ചോദ്യം ചോദിക്കുന്നത്. ഓ നമുക്ക് മെനു, ക്യാമറ, കൺട്രോൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. സിറി സിറി എവിടെ? സിറി 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 വേറെ സിറി സിറി. ഓ സിറി, വാട്ട് ഈസ് സിറി? അപ്പൊ ഞാൻ സിറിസേക്കാം. സിറി സിറി. എന്റെ മോനെ എന്താ ഇപ്പൊ നടക്കുന്നത്? എനിക്ക് ഞാനിപ്പം വീട് തന്നെയാണോ? അതെ, ഞാൻ ഇവിടെ നിക്കുന്നുണ്ടോ? മറ്റേ ഒന്ന് തുറക്കരുത്, ഞാൻ ഇതിനൊന്ന് കാണട്ടെ പ്ലീസ്. നിങ്ങൾ കാണുന്നില്ലേ? അപ്പൊ ഇതാ നമ്മൾ അൺബോക്സ് ചെയ്യണം കേട്ടോ. ഓക്കെ അല്ലല്ലേ, എത്ര നേരം നീ വരുന്നു കൈ. വിശ്വസിക്കാൻ പറ്റുന്നില്ല. തിരിച്ചു വെച്ചവരെ ഇവിടെ തിരിച്ചു വെച്ചിട്ട് തല പൊക്കവന്റെ. ഇനി ഞങ്ങൾ എഡിറ്റ് ചെയ്ത് എഡിറ്റിംഗ് സിംഹമാകാൻ പോവുകയാണ്. ഇനി നമ്മുടെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം നമ്മുടെ മാക്ബുക്ക് എയർ. അതാ ഓണായി അതെടുക്ക്. ഇത് നമ്മുടെ കീബോർഡ് കവർ ആണ് കേട്ടോ. ആ കീബോർഡ് ഇപ്പൊ തന്നെ ഇട്ടാലോ നമുക്ക്. എടുക്ക്, കീബോർഡിന്റെ കവറാണ് ഗൈസ്. അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ അത് കൈയോടെ അങ്ങ് ചെയ്തേക്കാം. ഡെക്സ്റ്റ് ഒന്നും കയറാതിരിക്കാൻ വേണ്ടിട്ടായിരിക്കും അല്ലേ. ഒരു ക്ലോത്ത് ഉണ്ട് കേട്ടോ കൂടെ. നമുക്ക് തുടച്ചിട്ട് വേണോ സാധനം ഗൈസ്? ഇതെന്താ സാധനം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് പറയണേ. എനിക്ക് മനസ്സിലായില്ല കേട്ടോ അതെന്താന്ന്. ഇതെന്താ സാധനം അറിയത്തില്ല. ഏതെങ്കിലും വീഡിയോ ഞങ്ങൾ റെഫർ ചെയ്യേണ്ട വരുമോ അല്ലേ? ഇതിനകത്താണെ ഒന്നും കൊടുത്തിട്ടില്ല ഗൈസ്. അപ്പൊ ഐശ്വര്യമായിട്ട് ആ കവർ അങ്ങോട്ട് ഇട്ടോളി. നമ്മുടെ മാക് ബുക്കിന് അല്ലേ? ഈ നമ്മുടെ ആപ്പിളിന്റെ വരുമ്പോഴേക്ക് മാക് ബുക്ക് ആവുമല്ലോ അല്ലേ? ലാപ്ടോപ്പ് ഒക്കെ മാറി. പക്ഷെ ലാപ്പിനാണ് വായിൽ വരുന്നല്ലേ. സത്യം എന്റെ കാഴ്ച ഉള്ള കാര്യം. ഇങ്ങനെ തന്നെ, ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഇച്ചിരി കുറവ് പോലെ തോന്നുന്നു. ഇല്ല അത് കറക്റ്റാ. ഉള്ള കാര്യം പറയുന്ന കാഴ്ച ഇല്ല. മാക് ബുക്ക് എന്താണോ, മാക് ബുക്ക് എവിടെയാണോ ഇപ്പൊ മുമ്പിലുണ്ട്, മാക് ബുക്ക് ആരാണോ, ആപ്പിൾ എന്താ. സത്യം പറയാലോ, ഞങ്ങൾക്ക് ഒരു ഉദ്ദേശം തന്നിട്ടുണ്ടെങ്കിൽ ഒരു ഐഡിയ ഞങ്ങൾക്കില്ല. ഇനി ഇപ്പൊ ഞങ്ങൾക്ക് അച്ഛന്മാരായിട്ടും അമ്മമാരായിട്ടും ചേച്ചിമാരായിട്ടും ചേട്ടന്മാരായിട്ടും ഒക്കെ ഒരുപാട് പേര് കമന്റ് ബോക്സിൽ ഇടും, നമുക്കറിയാം. അപ്പൊ അറിയുന്നവരൊന്ന് വേണേ പറഞ്ഞിട്ടേക്ക്, ഞങ്ങൾക്ക് ഉപകാരം ആവാനായിക്കോട്ടെ. ബ്രദേഴ്സ്, എവരി സിബ്ലിങ്സ്, റിലേറ്റീവ്സ്. അതെ. അപ്പൊ ഒരു കാര്യം പറയട്ടെ, അറിയുന്നവരുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്തിട്ടേക്കുക. ഇനി ഞങ്ങൾക്ക് ഇത് വൺ ബൈ വൺ ആയിട്ട് ഞങ്ങൾക്ക് പഠിക്കാനുണ്ട് അല്ലേ പറ്റി. അപ്പൊ പഠിക്കുന്ന ഒരു വലിയ മോസ്റ്റ് ആണ്. അപ്പൊ ഞങ്ങൾക്ക് മോസ്റ്റ് പേർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനാണ്. അപ്പൊ മോസ്റ്റ് സ്റ്റോറേജ് ഉള്ള സൂത്രമാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന സൂത്രമല്ല. അപ്പൊ നോക്ക്, ഇത്രയും ഞങ്ങൾ ശരിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് ലോഗിൻ ചെയ്യണം, ഞങ്ങൾക്ക് അക്കൗണ്ട് എടുക്കണം, എഡിറ്റിംഗ് ആപ്പ് എടുക്കണം. അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാനുണ്ട്. എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എടുക്കണം. അതെ അതന്നെ. ഇന്ന് അവർ ആപ്പിള് വിൻഡോസ് അല്ലാത്തതുകൊണ്ട്, വിൻഡോസ് ആണെങ്കിൽ അവിടെ ഇവിടെ എന്തൊക്കെയൊക്കെ അറിയായിരുന്നു. ആപ്പിൾ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. കണ്ടോ, വേഗം ലാംഗ്വേജ് സെറ്റ് ചെയ്ത് ഫോണല്ലാത്ത മാക് ബുക്ക് ശരിയാക്കി വേഗം എഡിറ്റ് ചെയ്യാനാണ് പറയുന്നത്. സിറി പറയുന്നുണ്ട് നമ്മളോട് കാര്യങ്ങൾ ചെയ്യാൻ. സിറി വെയിറ്റ് സിറി, ഞങ്ങൾ ഓൺ ദ വേ വരാം. അപ്പം നമ്മുടെ മാക് ബുക്ക് അൺബോക്സിങ് ഗൈസ് ദിസ് മച്ച് ഉള്ളൂ. അപ്പം ഞങ്ങൾ ഇനി അതന്നെ. അപ്പം ലൈക്ക മോസ്റ്റ് ലൈക്ക കുറയ്ക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങള് ലൈക്ക് ഇത്ര നാളെ വാ തുറക്കില്ലായിരുന്നു ഗൈസ്. അവളിപ്പൊ ഭയങ്കര കേട്ടോ, കുട്ടിമണിനൊക്കെ തെറിപ്പിച്ചു കളയവള്. അതെ, ലൈക്കാണ് കുട്ടീനേക്കാൾ ആൻസറിന് അവക്കാണേ, അത് വേറെ കാര്യം. അപ്പൊ നമ്മുടെ സിറീനെ നമ്മുടെ മാക് ബുക്ക് ഞങ്ങൾ ഇനി സെറ്റ് ആക്കട്ടെ ഗൈസ്. അപ്പൊ വാവാറ്റേ മാക് ബുക്ക് എടുത്ത് 2 ഷോ കിട്ടാൻ നമുക്ക്. പിന്നെന്താ, ലെറ്റ്സ് ഗോ.
ഗൈസേ ഇവന്റെ കൂടെയുള്ള വ്ളോഗ് എൻ്റെ വരുന്നതാണ്. വെയിറ്റ് ചെയ്തോ, അല്ല വെയിറ്റ് ചെയ്യണ്ട, ഓൺ ദ വേ വരും. അപ്പൊ നോക്ക്, ഞാനിപ്പോൾ ഓൺ ദ വേ ഒരു വീഡിയോന്റെ എഡിറ്റിങ്ങിലുണ്ട് ആണ്. പിന്നെ എന്താ പറയുക, അവൻ ലാംഗ്വേജ് ചോദിച്ചുകൊണ്ടിരിപ്പുണ്ട്. അവനെ നമുക്കിനി സെറ്റപ്പ് ആക്കേണ്ട പരിപാടി ഉണ്ട്. ഇനി ഞങ്ങളുടെ മോസ്റ്റ് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറച്ച് വ്ളോഗുകൾ വരുന്നുണ്ട്. അത് അഡ്വഞ്ചറസ് പാർക്കിൽ പോയി മനുഷ്യൻ ചാവാതെ വന്നൊരു കഥയാണ്. ഇങ്ങനെ നിൽക്കുന്ന കണ്ട് ആരും അത്ഭുതപ്പെടും. ഇല്ലല്ല, അവര് നമ്മുടെ ഗായ്സ് ആ വീഡിയോ കണ്ടിട്ട് ഓർക്കും നിങ്ങൾ തന്നെ ജീവനോടെ ഇവിടെ നിൽപ്പുണ്ടോ, നിങ്ങൾ അത്ഭുതപ്പെടും. അപ്പൊ അത് ഇപ്പൊ ട്വിസ്റ്റ് പറയുന്നില്ല. അപ്പൊ നമ്മള് ഓക്കെ, അപ്പൊ നമ്മളത് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടാൽ മതി. അപ്പം നമ്മുടെ മാക് ബുക്കിന്റെ കൂടെ, മാക് ബുക്ക് എയർ M4 ചിപ്പ് M4 നമ്മുടെ മാക് ബുക്കിന്റെ കൂടെ ഞാൻ ഓൺ ദ വേ വ്ളോഗിൽ വരുന്നതാണ്. ഇപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ വാവാറ്റിന് എനിക്ക് വന്നതുകൊണ്ട് തന്നെ വാവാറ്റ അൺബോക്സ് ചെയ്തതാണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന് മോസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും എനിക്ക് തരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തരണം, തന്നിരിക്കണം. അല്ല അതന്നെ, നമുക്ക് ഒരിക്കലും ഒരാളുടെ അടുത്ത് നിന്നൊന്നും പിടിച്ച് പറിച്ച് വാങ്ങാൻ പറ്റില്ല. അത് തരണമെങ്കിൽ ഒരു മനസ്സ് വേണം, സ്നേഹം വേണം, ഇഷ്ടം വേണം ഒക്കെ. അത് അങ്ങനെയാണ്. അത് തന്നെ തരണം. അപ്പൊ അല്ലാതെ നമുക്കൊരാളുടെ കുത്തിന് പിടിച്ച് വാങ്ങാനൊന്നും പറ്റുന്ന കാര്യമില്ല. അങ്ങനെ വാങ്ങുന്നതിന് ഒരു വില ഉണ്ടാവില്ല, നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അവരുടെ എനർജി ആ ഒരു പ്രൊഡക്റ്റിൽ ഉണ്ടാകും. അങ്ങനെ ഒരു സൂത്രം കൂടി ഉണ്ട്, പ്രൊഡക്റ്റ് അല്ല ആ സാധനത്തിൽ. ഇപ്പൊ നല്ല ഉദ്ദേശത്തോടെ തരുവാണെങ്കിൽ നല്ല രീതിയിൽ നിൽക്കും. ഇപ്പൊ ചീത്ത ഉദ്ദേശത്തോടെ തരുവാണെങ്കിൽ ആ സാധനം നമുക്ക് യൂസ്ഫുൾ ആവുക മാത്രമല്ല, നമ്മളതിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. കാരണം എപ്പോഴും ഒരു പ്രോബ്ലം ആയിരിക്കും അത്. നമുക്ക് ഏതൊരു സാധനം ആരുടെയെങ്കിലും യൂസ് ചെയ്താൽ അവരുടെ എനർജി ഉണ്ടാവും അതിൽ. അപ്പം നമുക്കിപ്പോൾ എന്തൊരു സാധനം ആര് തന്നാലും അവർ നല്ല ഒരു സന്തോഷത്തോടെ വരുവാണെങ്കിൽ ആ സാധനം ഉപയോഗിക്കുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടും. അവർ വിഷമത്തോടെ തരുന്നെങ്കിൽ ആ വിഷമം നമുക്കത് എടുക്കുമ്പോൾ എപ്പോഴും ഉണ്ടാവും. അതപ്പോൾ ഓരോ സാധനങ്ങൾക്കും നിങ്ങൾക്കറിയില്ലേ ഗൈസ്, അതൊരു സത്യം പറഞ്ഞാൽ അതൊരു എനർജിയാണ്. എല്ലാത്തിനും അതിൻ്റെതായ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിന് നമ്മുടെ മാക് ബുക്കിന് ഒരു മോസ്റ്റ് എനർജി ഉണ്ട്. അപ്പോൾ ആ എനർജി ഞങ്ങൾ ഇനി കാണിക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഞാൻ ഓൺ ദ വേ വ്ളോഗിൽ വരുന്നതാണ് ഗൈസ്. ഇപ്പോൾ അവൻ്റെ ഷോ കഴിഞ്ഞുള്ളൂ. ഇനി മാക് ബുക്ക് എയർ ഞാൻ എടുത്തുകൊണ്ട് വരും. നമ്മുടെ മോസ്റ്റ് ആയിട്ടുള്ള എഡിറ്റിങ്ങിന്റെ ട്യൂട്ടോറിയൽ വീഡിയോസും എഡിറ്റിങ്ങും കാമാന്നറിയില്ല, പഠിക്കാൻ എല്ലാം അറിഞ്ഞുകൊണ്ടല്ലല്ലോ എല്ലാവരും വരുന്നത്. നമ്മളെല്ലാം പഠിക്കുവാണല്ലോ. അപ്പം ഞാനിനി പഠിച്ചിട്ട് മോസ്റ്റ് പ്രോ ആവാൻ വേണ്ടി പോവാണ്. പ്രോ ആവാൻ വേണ്ടി പോവാണ്. അപ്പം ഇപ്പൊ ഞങ്ങളുടെ കലാവിരുതൊക്കെ ഈ ലാപ്പിലായിരിക്കും. അപ്പൊ ഇവന് ഇനി ഉറക്കം ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ തീരുമാനം. മാക് ബുക്ക് ഇപ്പൊ ഓറിയോ ബുക്ക് ആവട്ടോ. ദൈവമേ, ഓറിയോ മ്യൂറിയൽ ഗൈസ്, ഓറിയോ വാവാറ്റിന്റെ സ്വന്താണ്. വാവാറ്റ് എവിടെ ഉണ്ടെങ്കിലും വാവാറ്റി മാക് ബുക്ക് ഓടിച്ചാൽ ഞാൻ അതിനെ തൂക്കി അറിയൂട്ടോ, ഞാൻ പറഞ്ഞേക്കാം. ഗൈസ് ബൈ ബൈ, വാവാറ്റിനോട് കൊഞ്ചാൻ വന്നതാ.